നവകേരള യാത്രക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാനെയും സുരക്ഷാ ഉദ്യോഗസ്ഥനെയും ചോദ്യം ചെയ്യും. തിങ്കളാഴ്ച ഹാജരാകാൻ ഗൺമാൻ അനിൽകുമാറിനും സുരക്ഷാ സേനയിലെ എസ് സന്ദീപിനും നോട്ടീസ് നൽകി. കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്ത് 1 മാസം പിന്നിടുമ്പോഴാണ് പോലീസിന്റെ നടപടി. രഘുനാഥ് നാരായണൻ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രഘു, കോടതിയിൽ വരെ പോയിട്ടാണ് ഇപ്പോഴെങ്കിലും വളരെ വൈകിയാണെങ്കിലും ഈ നടപടിയിലേക്കെങ്കിലും എത്തുന്നത്. എപ്പോൾ ഹാജരാകാനാണ് നിർദ്ദേശം? വളരെ വൈകി നടപടിയിലേക്ക് നീങ്ങാനൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഈ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് ഈ പരാതിക്കാർ വീണ്ടും കോടതിയെ സമീപിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു എന്ന് മാത്രവുമല്ല, പോലീസിൽ സൗത്ത് പോലീസാണ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സൗത്ത് പോലീസിൽ നിന്ന് കേസ് മാറ്റണമെന്നും ഈ അടികൊണ്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോടതിയിലോട് ആവശ്യപ്പെടാൻ ഒരുങ്ങുന്ന ഘട്ടത്തിലാണ് സൗത്ത് പോലീസ് മുഖ്യമന്ത്രിയുടെ ഗൺമാനും ഒപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥനും നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതായത് നവകേരള യാത്രയ്ക്കിടെ മുഖ്യമന്ത്രിയുടെ ബസ്സിന് നേരെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ച 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോയതിനു ശേഷം പിന്നാലെ എത്തിയ മുഖ്യമന്ത്രിയുടെ സ്ഥിരം ഗൺമാൻ, മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ മുതൽ അദ്ദേഹത്തിൻ്റെ ഗൺമാനായിരുന്ന അനിലും ഒപ്പം തന്നെ സുരക്ഷാ സേനയിലെ മറ്റ് ഉദ്യോഗസ്ഥരും ഇറങ്ങി വന്ന് ലാത്തി കൊണ്ട് അടിച്ചത് എന്ന് മാത്രവുമല്ല, അവിടെ ഉണ്ടായിരുന്ന ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ നിയന്ത്രിച്ചതിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ അകമ്പടി പോകേണ്ട, മുഖ്യമന്ത്രിക്ക് സുരക്ഷ നൽകേണ്ട ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോയതിനു ശേഷവും ഇറങ്ങി വന്ന് മർദ്ദിക്കുന്നത്. എന്നാൽ ഇതിനെതിരെ വ്യാപകമായി വിമർശനം ഉയർന്നിരുന്നു. ഇതിനുശേഷമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാനത്തൊട്ടാകെ വലിയ രീതിയിലുള്ളൊരു പ്രക്ഷോഭം പോലീസിനെതിരെയും സർക്കാരിനെതിരെയും കാര്യമായി രംഗത്തിറങ്ങിയതും ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സമരത്തിന് വലിയ രീതിയിലുള്ളൊരു പിന്തുണ നൽകാനും ഇടയാക്കിയ ഒരു സംഭവമായിരുന്നു ആലപ്പുഴയിലെ ഈ ഗൺമാൻ്റെയും ഒപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരത്തെ നടത്തിയ അതിക്രമം. ഇതിനുശേഷം SP ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും യൂത്ത് കോൺഗ്രസുകാരുടെ പരാതിയിൽ കേസ് എടുത്തിരുന്നില്ല എന്ന് മാത്രവുമല്ല, ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് ഇന്റലിജൻസ് അടക്കം SP നൽകിയതും. ഇതിനെ തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആലപ്പുഴ കോടതിയെ സമീപിക്കുകയും കോടതി FIR രജിസ്റ്റർ ചെയ്യാൻ ആലപ്പുഴ സൗത്ത് പോലീസിന് നിർദ്ദേശം കൊടുക്കുകയും ചെയ്ത് കോടതി ഉത്തരവുണ്ടായതിന് വൈകുന്നേരം തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും ഇതുവരെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ മുഖ്യമന്ത്രിയുടെ ഗൺമാനെയോ സുരക്ഷാ ഉദ്യോഗസ്ഥരെയോ വിളിക്കാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ ആഴ്ചയാണ് ആലപ്പുഴയിൽ നിന്ന് ഉദ്യോഗസ്ഥർ നേരിട്ട് തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും നോട്ടീസ് നൽകിയിരിക്കുന്നത്. തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം തിങ്കളാഴ്ച അവർ ഹാജരാവില്ല. കാരണം മുഖ്യമന്ത്രിക്ക് ഔദ്യോഗിക പരിപാടികൾ ഉള്ളതുകൊണ്ട് ഹാജരാവാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ ആ ഉദ്യോഗസ്ഥർ ശനിയാഴ്ച ഞായറാഴ്ച ആലപ്പുഴ സൗത്ത് പോലീസ് പേരിനൊരു നോട്ടീസ്. ശരി, രഘുവിലേക്ക് ഞാൻ മടങ്ങി വരാം. നമുക്കിപ്പം ഇപ്പോൾ പ്രതികരണങ്ങളുമായി നമ്മൾ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് തോമസ് നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ തോമസ്, നിങ്ങൾ കോടതിയിലേക്കൊക്കെ പോയിട്ടാണ് അവസാനമെങ്കിലും 1 മാസമൊക്കെ കഴിഞ്ഞു, 1.5 മാസമാകുന്നു, ഇപ്പോൾ ഈ ചോദ്യം ചെയ്യാനൊന്ന് വരൂ എന്ന് പറഞ്ഞൊരു നോട്ടീസ് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ നടപടി എങ്ങനെയായിരിക്കും മുന്നോട്ട്? വളരെ ശക്തമായ നിയമ നടപടികളുമായി മുമ്പോട്ട് പോകാനാണ് ഈ അവസരത്തിലും മുൻപും എല്ലാം ഞങ്ങൾ തയ്യാറായിട്ടുള്ളത്. അതിശക്തമായ കോടതിയുടെ ഇടപെടൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് പോലീസ് കേസ് എടുക്കാനെങ്കിലും തയ്യാറായത്. ഈ കേസ് എടുത്തതിന് ശേഷവും അതിലൊരു അലംഭാവം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഈ സംഭവം നടന്ന് 1.5 മാസം കഴിയുമ്പോഴാണ് ഒരു നോട്ടീസ് ഈ പ്രതികൾക്ക് അയക്കാനെങ്കിലും ഈ പോലീസ് തയ്യാറാകുന്നത്. അപ്പൊ മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെയും ഒരു സംരക്ഷണം ഈ ഗൺമാനും മറ്റു പോലീസ് ഉദ്യോഗസ്ഥർക്കുമുണ്ട്. ഇത് പോലീസിന്റെ ഒരു നാടകമായിട്ട് മാത്രമാണ് ഞങ്ങൾ കാണുന്നത്. 45 ദിവസം എടുത്തു ഈ പ്രതികളെ ഒന്ന് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുവാൻ. അപ്പോൾ ഇത്തരത്തിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ അതിശക്തമായ നിയമ നടപടികളുമായി തന്നെ മുമ്പോട്ട് പോകുവാനും പൊതുജനമധ്യത്തിൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനുമാണ് മുഖ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തര വകുപ്പും കൈയേറുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ടോ? നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു നടപടി, ഒരു തുടർ നടപടി ഇതിൽ ഉണ്ടാകുമെന്ന്? കാരണം മുഖ്യമന്ത്രി അന്ന് പറഞ്ഞ വാക്കുകൾ നമുക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ കണ്ടില്ല, അങ്ങനെയൊന്നും ഉണ്ടായില്ല. മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് മാന്യമല്ലാത്ത രീതിയിൽ പ്രതിഷേധിച്ചാൽ നല്ല തല്ല് കിട്ടുമെന്നൊക്കെ പറഞ്ഞത് കേരളം മുഴുവൻ കണ്ടതും കേട്ടതുമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നീതി ലഭിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? ഞങ്ങൾക്കൊരിക്കലും പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ P ശശി അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഒരിക്കലും നീതി കിട്ടില്ല എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. പക്ഷേ കോടതി സംവിധാനത്തിൽ നിന്ന് നീതി കിട്ടുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ.
ഇപ്പൊ നോക്കൂ, തിങ്കളാഴ്ചയാണ് ഹാജരാകാൻ പറഞ്ഞിരിക്കുന്നത്. അതും നമ്മൾ സംസാരിച്ചതുപോലെ ഏകദേശം 45 ദിവസത്തിന് ശേഷം. പക്ഷെ തിങ്കളാഴ്ച ഹാജരാകില്ല. ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയാൽ നിങ്ങൾ പിന്നെ എങ്ങനെ മുന്നോട്ട് പോകാനാണ് ആലോചിക്കുന്നത്? ഇത് ഇങ്ങനെ വീണ്ടും നീട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ പൊതുജന മധ്യത്തിൽ സംഘടിപ്പിക്കുകയും കോടതിയെ വീണ്ടും സമീപിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാടുകൾ. ശരി, വളരെയധികം നന്ദി തോമസ് സംസാരിച്ചതിന്. അന്ന് നമുക്കറിയാം ഈ രീതിയിൽ കേരളം മുഴുവൻ കണ്ടതാണ് ആ ദൃശ്യങ്ങൾ. അത്രമേൽ എന്തിന് ഗൺമാൻ അംഗരക്ഷകർ ഇത്രയും വലിയൊരു അതിക്രമം കാണിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ തേടിയിരുന്നു. അന്ന് ഗൺമാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുന്നത് കണ്ടില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞത്. ആ പ്രതികരണം കേൾക്കാം. എന്റെ ഗൺമാൻ ആളെ ആക്രമിച്ചു എന്ന് പറയുന്ന സംഭവം അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ബസ്, ഞങ്ങൾ സഞ്ചരിക്കുന്ന ബസ്സിന്റെ മുന്നിലേക്ക് ചാടി വന്നവരെ അവിടെയുള്ള യൂണിഫോം ഇട്ട പോലീസുകാർ തടയുന്നുണ്ടായിരുന്നു. അവരാണ് അവരെ തള്ളി മാറ്റുന്നതായിട്ട് കണ്ടത്. നോക്കൂ രഘു, ഇത് തന്നെയാണ് ഇപ്പോൾ 1.5 മാസം കഴിഞ്ഞ് കോടതിയൊക്കെ ഇടപെട്ട ഒരു വിഷയത്തിൽ ഒരു നോട്ടീസ് നൽകുമ്പോൾ തിങ്കളാഴ്ച എന്തായാലും ഹാജരാകാൻ സാധ്യതയില്ല എന്ന വിവരം വരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി തന്നെ, ആഭ്യന്തരമന്ത്രി തന്നെ അങ്ങനെ ഒരു കാര്യം കണ്ടില്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ഇനി ഇതിൽ നമ്മൾ എന്ത് പ്രതീക്ഷിക്കണം മുന്നോട്ട്? കാര്യമായി ഒന്നും തന്നെ പ്രതീക്ഷിക്കാനില്ല. കാരണം മുൻപ് ഇന്റലിജൻസ് നൽകിയ റിപ്പോർട്ട്, അല്ലെങ്കിൽ ഇവിടുന്ന് കോടതിയിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് SP-ക്ക് നൽകിയ റിപ്പോർട്ട് എന്ന് പറയുന്നത് ആ ഉദ്യോഗസ്ഥർ അവരുടെ കൃത്യനിർവഹണം നടത്തുകയായിരുന്നു എന്നുള്ളൊരു റിപ്പോർട്ടാണ് SP-ക്ക് നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാഞ്ഞതും. പിന്നീട് ഇവർ കോടതിയിൽ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണിച്ചുകൊണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി FIR രജിസ്റ്റർ ചെയ്യാൻ സൗത്ത് പോലീസിനോട് ആവശ്യപ്പെട്ടതും. 1 മാസം പിന്നിടുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാനെ ഉൾപ്പെടെ നോട്ടീസ് നൽകി. അവരെ ഹാജരാകില്ല എന്ന് പറഞ്ഞിട്ടില്ല. തിങ്കളാഴ്ച മുഖ്യമന്ത്രിക്ക് ഔദ്യോഗിക പരിപാടികൾ ഉള്ളതുകൊണ്ട് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഹാജരാകാം, അല്ലെങ്കിൽ മറ്റൊരു ദിവസം ഹാജരാകാം എന്നുള്ളതാണ് നിലവിൽ അവർ അറിയിച്ചിട്ടിരിക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ ഇതിനോട് നോട്ടീസിലൊരു നിഷേധാത്മകമായ സമീപനം മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ് എന്ന് മാത്രവുമല്ല, ഈ ഗൺമാൻ വർഷങ്ങളായി മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനാണ്. സ്വാഭാവികമായി തന്നെ പോലീസിൻ്റെ ആഭ്യന്തരമന്ത്രിയുടെ വിശ്വസ്തനായ ഉദ്യോഗസ്ഥനെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കാൻ പോലുമുള്ള നട്ടെല്ല്, ധൈര്യം പോലീസിന് ഉണ്ടാകില്ല എന്നുള്ളതാണ് വസ്തുത. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വീണ്ടും കോടതിയിലേക്ക് പോകും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കോടതിയൊക്കെ ഇടപെട്ട വിഷയമാണ്. ഒരു ചോദ്യം ചെയ്യലിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയാൽ പോലും മുഖ്യമന്ത്രിയാണ്, നമുക്കറിയാം ഒരു ഷൂ എറിഞ്ഞതിന് വധശ്രമത്തിന് കേസെടുത്ത നാടാണ്. ആ രീതിയിൽ മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവർ ഇടപെട്ടു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ രഘു? ഉറപ്പായും അങ്ങനെ തന്നെയായിരിക്കും നൽകുന്ന വിശദീകരണം. പക്ഷേ ദൃശ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ദൃശ്യങ്ങൾ എപ്പോഴും ശബ്ദിക്കുന്ന തെളിവുകളാണ്. ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന നവകേരള ബസ് വരുന്നു. 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ പ്രതിഷേധിക്കുന്നു. അവരുടെ കയ്യിൽ കറുത്ത കുടി പോലും ഉണ്ടായിരുന്നില്ല. അവർ മുദ്രാവാക്യം വിളിക്കുന്നു. അവിടെ പോലീസ് ഉണ്ടായിരുന്ന, യൂണിഫോമിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ, SI റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥരാണ്. അവർ ഈ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കീഴ്പ്പെടുത്തി റോഡിൻ്റെ, അതായത് ബസ് പോയതിനു ശേഷം തന്നെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്, അവരെ കീഴ്പ്പെടുത്തി അവിടെ റോഡിൻ്റെ വശത്തേക്ക് മാറ്റി നിൽക്കുമ്പോഴാണ് ഈ വാഹന വ്യൂഹത്തിന് പിറകെ വന്ന മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇറങ്ങി വന്ന്, അതായത് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ കയ്യിൽ എന്തിനാണ് ലാത്തി എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. നമ്മൾ മുൻപ് ഈ നവകേരള ബസ് വരുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ വാഹനം. ശരി രഘു, ഇപ്പോൾ നമുക്ക് ഉറപ്പിക്കാമോ ഈ ഘട്ടത്തിൽ തിങ്കളാഴ്ച ഹാജരാകില്ല എന്ന് ഉറപ്പിക്കാമോ? പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ തിങ്കളാഴ്ച ഹാജരാകാതിരിക്കാനുള്ള കാരണമായി അവർ പറഞ്ഞത് തിങ്കളാഴ്ച മുഖ്യമന്ത്രിക്ക് ഔദ്യോഗിക പരിപാടികളുണ്ട്. അതുകൊണ്ട് അതിന് മുൻപത്തെ ദിവസം ശനിയാഴ്ചയോ ഞായറാഴ്ചയോ സൗകര്യം പോലെ എത്താം എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുക. കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥരും ഇത് സംബന്ധിച്ച വ്യക്തമായ വിവരം നൽകില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം മുഖ്യമന്ത്രിയുടെ വളരെ വേണ്ടപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട കേസാണ്. സ്വാഭാവികമായി തന്നെ ഈ വാർത്ത പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ അന്വേഷണം ഉണ്ടാവും. കാരണം അതീവ രഹസ്യമായിട്ടാണ് ആലപ്പുഴ സൗത്ത് പോലീസ് ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് പോയി നോട്ടീസ് കൈമാറിയത്. അത് കൈമാറിയിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അതീവ രഹസ്യമായിട്ടുള്ളൊരു നടപടിയായിരുന്നു. നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഇത് അതീവ രഹസ്യമായി തന്നെ ഈ നോട്ടീസ് കൊടുക്കുകയും ഞായറാഴ്ച സ്വാഭാവികമായി തന്നെ തിരക്കില്ലാത്തൊരു ദിവസമാണ്. പൊതുവെ മാധ്യമപ്രവർത്തകരൊക്കെ അവധിയുള്ളൊരു ദിവസമാണ്. ആ ദിവസം ഇവരെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മൊഴി എടുപ്പിച്ച് വിടാൻ വേണ്ടിയായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്ന് വരും എന്നുള്ള കാര്യത്തിൽ എന്തായാലും ഈ നോട്ടീസിനോട്, അല്ലെങ്കിൽ ഏതൊരു വിധമായ, കാരണം വകുപ്പ് തല അന്വേഷണമാണ്, അതിനോട് സ്വാഭാവികമായിട്ട് തന്നെ ആഭ്യന്തരമന്ത്രിയുടെ അടുപ്പക്കാരായതുകൊണ്ട് ആ അന്വേഷണത്തെ അവർ
ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. സ്വാഭാവികമായിട്ട് തന്നെ പോലീസ് അവർക്ക് അനുകൂലമായൊരു സമീപനം തന്നെയായിരിക്കും ഈ കേസിൽ സ്വീകരിക്കുക.